ഇപ്പോഴും ചിലർക്കൊന്നും അറിയാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ ഫിഫ്ത്ത് വീലിൽ ഗ്രീസ് അടിക്കുന്ന കാര്യം. ചില ഷോപ്പുകളിലൊന്നും ഫിഫ്ത്ത് വീലിൽ ഗ്രീസ് അടിക്കാറില്ല. മസ്റ്റായിട്ട് നമ്മുടെ ഫിഫ്ത്ത് വീലിൽ ഗ്രീസ് അടിക്കണം. ഫിഫ്ത്ത് വീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡും ടെയിലും തമ്മിൽ കണക്റ്റ് ആവുന്ന ഒരു പോർഷൻ ഇല്ലേ, അതിനാണ് നമ്മൾ ഫിഫ്ത്ത് വീൽ എന്ന് പറയണേ. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ഗ്രീസ് അടിക്കുന്നതും എയർ അടിക്കുന്നതുമായിട്ടുള്ള മെഷീനുകളാണ് ഇതൊക്കെ. അതുപോലെ തന്നെയുള്ളൊരു ഗ്രീസിങ് പോയിൻ്റാണ് നമ്മുടെ ക്യാബിൻ പൊക്കിയിട്ട് നമ്മുടെ ഷോക്കിനും ക്യാബിനും ഇടയിലുള്ളൊരു ഗ്രീസിങ് പോയിൻ്റ് ഉണ്ട്. അവിടെയൊക്കെ മസ്റ്റായിട്ട് നമ്മൾ ഗ്രീസ് അടിക്കണം. ചിലരൊന്നും അത് ചെയ്യാറില്ല. നമുക്കറിയാത്തതായിട്ടും കുറേ ഗ്രീസിങ് പോയിൻ്റ് ഉണ്ട്. അവിടെ എല്ലാം നമ്മുടെ ചെറുക്കൻ മാക്സിമം ഗ്രീസ് അടിച്ച് സെറ്റ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 ട്രിപ്പ് കൂടുമ്പോഴത്തേക്ക് നമ്മൾ ഗ്രീസും എയറും എല്ലാം ചെക്ക് ചെയ്യാറുണ്ട്. എല്ലാ പ്രാവശ്യവും നമ്മൾ ഇതേ വർക്ക്ഷോപ്പിൽ തന്നെയാണ് വരുന്നത്. ഇനിയുള്ളത് നമ്മൾ ഫിഫ്ത്ത് വീലിൽ ഗ്രീസ് അടിക്കുന്നതാണ്. നമ്മൾ ജാക്കി വെച്ച് നമ്മുടെ ചെയ്സ് കുറച്ച് ഉയർത്തിയതിന് ശേഷമാണ് നമ്മൾ ഫിഫ്ത്ത് വീലിൽ നമ്മൾ ഗ്രീസ് അടിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ വാലും തലയും സെപ്പറേറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ഗ്രീസ് അടിക്കാൻ പറ്റൂ. അങ്ങനെ നമ്മൾ ജാക്കിയൊക്കെ വെച്ച് ഇതാ ഫിഫ്ത്ത് വീലിലും ഗ്രീസൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളൊരു മെയിൻ ഗ്രീസിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിപ്പ് പൊക്കുന്ന ഹൈഡ്രോമാക്സിൻ്റെ ജാക്കിയുടെ മേളിലായിട്ട് 2 ഗ്രീസിങ് പോയിന്റ് ഉണ്ട്. അവിടെ നമ്മൾ മസ്റ്റായിട്ട് ഗ്രീസ് അടിച്ച് കൊടുക്കണം. അങ്ങനെ അത്യാവശ്യം എല്ലാ ഗ്രീസിങ് പോയിന്റിലും നമ്മൾ ഗ്രീസൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ എയർ എല്ലാ ടയറിലും ചെക്ക് ചെയ്യണം. നമ്മുടെ വണ്ടിക്ക് 18 ടയറാണ് നിലവിൽ വരുന്നത്. 18 ടയറിൻ്റെ എയർ ചെക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ എയറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഗ്രീസൊക്കെ അടിച്ചതാണ്. നമ്മുടെ ചെറുക്കൻ്റെ പണി എല്ലാം കഴിഞ്ഞ് വണ്ടി ഇതാ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലോട്ടും എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.